സ്വന്തം ഭാര്യ വേറൊരു പുരുഷനുമായി പിടിക്കപ്പെടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ നാട്ടിൽ സ്ഥിരമല്ലേ, ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോന്ന്. എന്നാൽ അതിലെ ചില വിഷയങ്ങൾ എന്നെ വേദനിപ്പിച്ചു. ആ സ്ത്രീ അവർ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ ഭർത്താവായ ആളിനോട് പറയണം, നീ വായ് മൂടി മിണ്ടാതിരിക്കുന്നു. ഈ ഒരു കാര്യം, അതായത് ഈ ഒരു വീഡിയോ, ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഞെട്ടിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇത് തമിഴ്നാട്ടിലെ കണ്ട നടന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു വിഷയം, അതായത് സംഭവം അവിഹിതമാണ്. അവിഹിതം ഭർത്താവ് പൊക്കി അവസാനം ഭാര്യയെ ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഒരു കുട്ടിയുണ്ട് അവർക്ക്. ആ കുട്ടിയുമൊത്തുള്ള ഒരു വീഡിയോ ഇയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞതെന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇയാൾക്ക് എന്ത് സംഭവിച്ചെന്നോ അതിനുശേഷം ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നോ എന്നതിനെക്കുറിച്ച് യാതൊരുവിധ ഒരു കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ മുഖ്യധാര മാധ്യമ ചാനലുകൾ പോലും ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം. പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ സ്പ്രെഡ് ആവുന്നുണ്ട് വളരെ വലിയ തോതിൽ. അതോടൊപ്പം തന്നെ കുറേ പേര് ഇതെടുത്ത് റിയാക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇതുവരെയായിട്ട് മുഖ്യധാര മാധ്യമ ചാനലുകളിൽ ഒന്നിനും വന്നിട്ടില്ല. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് എന്താണ് ഇതിന് നടപടിയെടുക്കുന്നത്, ഈ പറയുന്ന രീതിയിൽ ഇവരിപ്പോൾ എന്ത് ചെയ്യും, അതായത് ഈ പറയുന്ന തോതിൽ ഇയാളും ആ മകനും ഇപ്പോൾ എവിടെയാണ്, അവർക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പൊ അറിയാൻ വയ്യ എന്നുള്ളതാണ് അതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സംഭവം നടക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം എന്ന് പറയുന്നത്, ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ ആ വീട്ടിലേക്ക് ചെല്ലുന്നു, അയാളുടെ ഭാര്യ ഇറങ്ങി വരുന്നു, കള്ളക്കാമുകനെ പൊക്കുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ ഭാര്യയുടെ സംസാര രീതികളൊക്കെ തന്നെ കേൾക്കുമ്പോഴത്തേക്കും അത് പിടിച്ചിട്ട് പോലും ഒരു കൂസലുമില്ലാത്ത രീതിയിലായിരുന്നു ആ ഒരു സംസാര രീതികളെല്ലാം തന്നെ. അവസാനം നിയന്ത്രണം വിട്ട് അയാൾ അവർക്കെതിരെ തിരിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നു. അതായത് ഒരു കൊലപാതകത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് എന്തിന്റെ പേരിലായാലും അങ്ങനെ അല്ലായിരുന്നു അയാൾ അവിടെ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് ഒരു മകൻ, അതായത് അത്രയ്ക്കും ചെറിയ ഒരു കുഞ്ഞ് അവർക്കുണ്ട് എന്നുള്ളത് അയാൾ ചിന്തിച്ചില്ല. ഇനി അവൻ ആരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ അന്നേരത്തെ നമ്മുടെ ആ ഒരു പ്രഷറിൽ നിയന്ത്രണം വിട്ട് ചിലപ്പോൾ പലതും ചെയ്തു പോകുന്ന ഘട്ടത്തിലേക്ക് എത്തും. അപ്പോൾ മുന്നും ഒന്നും ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരത്തില്ല. പക്ഷെ അവിടെയും കുറച്ചൊന്ന് ആലോചിക്കേണ്ടിയിരുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അയാളുടെ ഭാര്യ ചെയ്തതും വലിയൊരു തെറ്റാണ്, അയാളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതും തെറ്റാണ്. കാരണം ഇവർക്ക് നടുവിൽ ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അയാൾക്ക് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ കുറിച്ചെങ്കിലും ചിന്തിച്ചാൽ. കാരണം അയാളോട് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള ആ സ്ത്രീയെ അയാൾക്ക് വേണ്ടാന്ന് വയ്ക്കാനുള്ള അവകാശമുണ്ട് എല്ലാ രീതിയിലും. പക്ഷെ ആ കുട്ടിക്ക് ഈ പറയുന്ന മാതിരി അച്ഛനും അമ്മയും ആരും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊരു അവിവേകമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഒരു നിമിഷം കൊണ്ട് ഒരു കുടുംബം തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇപ്പോൾ ഈ ഒരു നിമിഷം അവർക്ക് എവിടെയാണ്, എന്താണ്, ജീവനോടെ ഇരിപ്പുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഇയാൾ പങ്കിട്ട വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോക്കകത്ത് തന്നെ ഇയാളുടെ മുൻകാല വീഡിയോസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇയാൾ അയാളുടെ ഭാര്യ കുടുംബത്തെ അത്രയ്ക്കും വളരെ നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് എന്നുള്ളത് അയാളുടെ ഓരോ വീഡിയോസും കാണുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഭാര്യയോട് അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളത് ആ ഓരോ പഴയകാല ഓരോ വീഡിയോസ്, അയാൾ ഒരുപാട് വീഡിയോസ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കുടുംബവും മൊത്ത്, ഭാര്യയും മൊത്ത്, കൊച്ചുമൊത്തും ഒക്കെ തന്നെ ഒരുപാട് വീഡിയോസ് അതിൻ്റെ അകത്ത് അയാൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അയാൾ ഭാര്യ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, മകനെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്നും ഈ പറയുന്ന രീതിയിൽ അങ്ങനെ സ്നേഹിച്ച ഒരു ഭാര്യയിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും താങ്ങാവുന്നതിനും അപ്പുറമായി അത് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടക്കുകയും ചെയ്തു. ആ സമയത്ത് എല്ലാത്തിനും നടുവിൽ പെട്ടിരിക്കുന്നത് ആ കുട്ടിയാണ് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അയാളെ ചതിച്ചുകൊണ്ട് ആ ഭാര്യ ചെയ്ത ആ ഒരു കാര്യം. അവർക്ക് ഇയാളെ മൊത്തം ജീവിക്കേണ്ട, അയാൾക്ക് ഇയാളെ താല്പര്യമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഡൈവേഴ്സ് വാങ്ങിച്ച് പാട് നോക്കി പോകണമായിരുന്നു. പക്ഷെ കൂടെ നിന്നിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി ചെയ്യാല്ലായിരുന്നു വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇതെല്ലാം കണ്ടുപിടിച്ച് ആ ഭാര്യക്കെതിരെയും തിരിഞ്ഞ് അവരെയും ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് അയാൾ കാണിച്ച മണ്ടത്തരമെന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ അതിന് അയാളുടെ ഭാര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അയാൾ രക്ഷപ്പെട്ടു. അയാളെ കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് ഇയാൾ തന്നെ പറയുന്ന കാര്യം. അയാളെ പിടിക്കണമെന്നും അയാളെ ശിക്ഷിക്കണമെന്നും ഒക്കെയാണ് ഇയാൾ ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അത്രയ്ക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരെയും ഒന്നും തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന വ്യക്തിയായാലും നമ്മുടെ കൂടെ ജീവിക്കുന്ന സ്വന്തം പാർട്ണറെ ആയാലും ഒരു നേരത്തെ ഒരു നശിച്ച ചിന്താഗതിയിൽ അയാൾ ചെയ്ത ഈ ഒരു തെറ്റുകൊണ്ട് അയാളുടെ ജീവിതവും നശിച്ച് അയാളുടെ മകന്റെ ജീവിതവും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു. എല്ലാ അർത്ഥത്തിലും ആ കുടുംബം തന്നെ ഛിന്ന ഭിന്നമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പലർക്കും പല ഇതാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആരുടെയും മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പലർക്കും പല രീതിയിലായി. ചിലർക്ക് ആ ഒരു സിറ്റുവേഷൻ നേരിടാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും, ചിലർക്ക് നിയന്ത്രണം വിട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതിലൊന്നാണ് ഇപ്പോൾ ഇയാൾക്ക് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരൊറ്റ നിമിഷത്തിലെ തോന്നൽ കൊണ്ട് എല്ലാ രീതിയിലും എല്ലാം ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ആ സ്ത്രീ ഇല്ലാതായി. ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി, ഇയാൾക്കും മകനും എന്ത് സംഭവിച്ചെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഈ കാര്യങ്ങൾ എത്തി.
എന്തായാലും വേണ്ടപ്പെട്ട അധികാരികൾ അവരെ അന്വേഷിച്ച് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് എത്രയും വേഗം കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു.